ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ബി.ജെ.പിയുടെ രണ്ടാം പട്ടിക പുറത്തിറങ്ങിയത്. ബി.ജെ.പിയുടെ രണ്ടാം പട്ടികയിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ പേരില്ല. സാങ്കേതിക കാരണങ്ങളാലാണ് ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ട സ്ഥാനം പിടിക്കാത്തത് എന്നായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ലിസ്റ്റിൽ ഒന്നാമത്തെ കളത്തിൽ പത്തനംതിട്ട സ്ഥാനം പിടിക്കും എന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം പട്ടികയിലെ ആദ്യ പേര് ആന്ധ്രാപ്രദേശിലെ അരക്കു മണ്ഡലമാണ്. 36 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളുള്ള പട്ടികയിൽ ഒരിടത്തും പത്തനംതിട്ട ഇല്ല. ശബരിമല വിഷയത്തോടെ കേരളത്തിൽ ബി.ജെ.പിക്കുണ്ടായ പിന്തുണയുടെ ബലത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ബി.ജെ.പി വിശ്വസിക്കുന്ന മണ്ഡലത്തിലാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ ഈ ഒളിച്ചുകളി. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്നതാണ് പൊതുവെ പ്രവർത്തകർക്കിടയിൽ ഉയരുന്ന ആവശ്യം. എന്നാൽ ഇതിനെതിരെ ചില നേതാക്കൾ ചരടുവലി നടത്തുന്നുണ്ടോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പി.എസ്. ശ്രീധരൻ പിള്ളയെ അവസാന നിമിഷം ഒഴിവാക്കി കെ സുരേന്ദ്രന് പത്തനംതിട്ട ഉറപ്പിക്കുന്നതായിരുന്നു ധാരണ. ചൊവ്വാഴ്ച ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ധാരണയുണ്ടായിട്ടും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനന്തമായി നീളുകയാണ്. ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ബി.ജെ.പിയിലെ സംസ്ഥാന നേതാക്കൾക്ക് പോലും അറിയില്ല. പ്രചരണം തുടങ്ങാനാവാതെ പത്തനംതിട്ടയിലെ ബി.ജെ.പിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അണികളുടെ ചോദ്യത്തിന് നേതൃത്വത്തിന് കൃത്യമായ ഉത്തരവുമില്ല. പത്തനംതിട്ടയ്ക്കൊപ്പം തൃശൂരിലും അനിശ്ചിതത്വം തുടരുകയാണ്. തൃശൂർ സീറ്റ് ബി.ഡി.ജെ.എസിനാണ് നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. എന്നാൽ ഇനിയും തുഷാർ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതും ബി.ജെ.പിയെ വെട്ടിലാക്കുന്നുണ്ട്. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി ബി.ജെ.പിയിൽ കടുത്ത ചേരിപ്പോരാണ് നടന്നത്. ഇതിന് സംസ്ഥാന RSS ഇടപെട്ട് പരിഹാരവും ഉണ്ടാക്കി. അതിനുശേഷമാണ് കേരളത്തിൽ ബി.ജെ.പി മത്സരിക്കുന്ന 13 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ തന്നെയാണെന്നും അടുത്ത പട്ടികയിൽ പ്രഖ്യാപനം വരുമെന്നും സംസ്ഥാന നേതാക്കൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് പുലർച്ചെ പുറത്തുവിട്ട പട്ടികയിലും പത്തനംതിട്ടയില്ല. ശബരിമല വിഷയം കേരളത്തിൽ മുഖ്യ പ്രചരണ വിഷയമാക്കാനാണ് RSS തീരുമാനം. ഇതിന് ഏറ്റവും അനുയോജ്യം പത്തനംതിട്ടയാണ്. ഇവിടെ പ്രചരണത്തിന് പിന്നിൽ പോകുന്നത് ബി.ജെ.പിക്ക് സംസ്ഥാനത്തുടനീളം പ്രശ്നമുണ്ടാക്കും. കേന്ദ്ര നേതൃത്വം ഔദ്യോഗികമായി പറയാത്തതുകൊണ്ട് സുരേന്ദ്രനും വ്യക്തമായ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. സുരേന്ദ്രനിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ബി.ജെ.പിയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ നിരാശയിലാണ്. തിരുവനന്തപുരത്ത് പോലും പത്തനംതിട്ട വലിയ ചർച്ചയാകുന്നുണ്ട്. പത്തനംതിട്ടയിലെ അനിശ്ചിതത്വത്തിന് പിന്നിൽ തൃശൂരിൽ ഇതുവരെ മനസ്സ് തുറക്കാത്ത തുഷാറിന്റെ നിലപാടും കാരണമാകുന്നു. തുഷാറിന് തൃശൂർ വിട്ടുകൊടുക്കാൻ ബി.ജെ.പി തയ്യാറായിരുന്നു. വെള്ളാപ്പള്ളി അനുകൂലിച്ചിട്ടും ഡൽഹിയിൽ തുടരുന്ന തുഷാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ബി.ജെ.പി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്നാണ് ബി.ഡി.ജെ.എസിന്റെ നിലപാട്. അതേസമയം തുഷാർ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കട്ടെ എന്നാണ് ബി.ജെ.പി പറയുന്നത്. തുഷാർ മത്സരിച്ചില്ലെങ്കിൽ ബി.ഡി.ജെ.എസിന്റെ കയ്യിൽ നിന്ന് സീറ്റെല്ലാം ബി.ജെ.പി ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. തുഷാർ അവസാന നിമിഷം പിന്മാറിയാൽ തൃശൂർ സീറ്റ് സുരേന്ദ്രന് നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള തന്നെ സ്ഥാനാർത്ഥിയായേക്കാം. 2 സീറ്റുകളിലെയും അനിശ്ചിതത്വം കേരളത്തിലെ NDAയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ശ്രീധരൻപിള്ളയും സുരേന്ദ്രനും അല്ലാതെ മൂന്നാമതൊരാൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആയേക്കുമെന്ന അഭ്യൂഹവും ഉയരുന്നുണ്ട്. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കുന്നു എന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ബി.ജെ.പി അത് നിഷേധിച്ചു. തുഷാറിന്റെ കാര്യത്തിൽ ഇന്നു തന്നെ തീരുമാനമുണ്ടാകുമെന്ന് ചില ബി.ഡി.ജെ.എസ് നേതാക്കളും പറയുന്നു. എന്നാൽ ഇപ്പോഴും മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നുമില്ല. SNDP ഭാരവാഹിത്വം രാജിവെച്ച ശേഷമേ തുഷാർ മത്സരിക്കാവൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. ഇത് കാരണമാണ് തുഷാർ 2 മനസ്സിൽ തുടരുന്നത്. ഇങ്ങനെ വിജയസാധ്യതയില്ലാത്ത പാർട്ടിയായ ബി.ഡി.ജെ.എസിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ബി.ജെ.പിയെ കാര്യമായി തളർത്തുകയാണ്.